ഹലോ, വ്ളോഗിഫിക്കേഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നൊന്നര വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പേര് അശ്വതി. കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. ഹർഷിതം എജ്യൂടെക് എന്ന എനിക്ക് വേറൊരു ചാനലുണ്ട്, PSC ചാനലാണ്. അതിനകത്ത് എഡ്യൂക്കേറ്റർ ആണ്. ഇതെന്റെ രണ്ടാമത്തെ ചാനലാണ്, വ്ളോഗിഫിക്കേഷൻ. അപ്പോൾ ഇതില് വ്ളോഗ്സും അതുപോലെ ലൈഫ് സ്റ്റൈൽ വീഡിയോസും ഒക്കെയാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറെ നാള് കുറച്ച് ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. പിന്നെ ലൈഫിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചു. എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ആൺകുട്ടിയാണ്. ഇപ്പോൾ 3 മാസമായി. മോന്റെ പേര് സാത്വിക് ശിവ എന്നാണ്. ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. മോന്റെ പേര് സാത്വിക് ശിവ എന്നാണ്. ഇപ്പോൾ 3 മാസമായി. അപ്പോൾ ബേബി ജനിച്ചത് ഒക്ടോബർ 28-നാണ്. ഡെലിവറി C-സെക്ഷൻ ഡെലിവറി ആയിരുന്നു. ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ്. നോർമൽ ആയിരുന്നില്ല, C-സെക്ഷൻ ആയിരുന്നു. അപ്പോൾ C-സെക്ഷൻ ഷെഡ്യൂൾ ചെയ്തിട്ട്, എമർജൻസി അല്ലായിരുന്നു, ഷെഡ്യൂൾ ചെയ്തിട്ട് C-സെക്ഷൻ ഡെലിവറി ചെയ്യായിരുന്നു. കാരണം എൻ്റെ അതായത് നോർമൽ ഡെലിവറി ആകണമെങ്കിൽ പല പല ഘടകങ്ങൾ ഒരുമിച്ച് വരണമല്ലോ. ബേബിയുടെ പൊസിഷൻ, അതുപോലെ ബേബി ഇറങ്ങി വരുന്ന പാസേജ്, പിന്നെ നമ്മുടെ ഫ്ലൂയിഡ്, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ലെവല് എല്ലാം ഒത്തുചേർന്ന ഒരു സാഹചര്യത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ എൻ്റെ കേസിൽ C-സെക്ഷൻ ആയിരുന്നു. പിന്നെ C-സെക്ഷൻ ഭയങ്കര ഒരു പേടിച്ചിട്ടാണ് ഞാനും ഇരുന്നത്. കാരണം C-സെക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റേത് സുഖപ്രസവം, ഇത് C-സെക്ഷൻ സർജറി. ആദ്യമായിട്ടാണ് എൻ്റെ ശരീരത്തിൽ ഒരു സർജറി, കത്തിവെക്കേണ്ട ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സ്മൂത്ത് ആയിട്ട് പോയൊരു ഡെലിവറി ആയിരുന്നു എൻ്റെത്. എന്നിരുന്നാലും C-സെക്ഷൻ കഴിയുമ്പോൾ നമുക്ക് അത് സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങി വരാനുള്ള ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ പറയുന്ന പോലെ അത്രയും ഭയങ്കര ടഫായിട്ടുള്ള ജേർണി ആയിരുന്നില്ല എനിക്ക്. അപ്പം ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഗർഭിണികളായിട്ട് ഉള്ളവർ, പ്രഗ്നന്റ് ആയിട്ട് ഉള്ളവരുണ്ടെങ്കിൽ, നോർമൽ ആയാലും C-സെക്ഷൻ ആയാലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ കയ്യിലേക്ക് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിയാണ് ആവശ്യം. നമുക്കൊരു റിസൾട്ട്, നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന നമ്മുടെ ബേബി നമ്മുടെ കയ്യിലേക്ക് വരാൻ പോവല്ലേ. അപ്പോൾ അത് മോഡ് ഓഫ് ഡെലിവറി ഏതായാലും നമ്മളത് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും തയ്യാറായിട്ടിരിക്കണം. അതെന്തായാലും ആ സമയമാകുമ്പം ഡെലിവറി നടക്കും. അത് നമ്മൾ എത്ര പേടിച്ചാലും എത്ര കാറിക്കൂവി വിളിച്ചാലും ആ സമയമാകുമ്പോഴത്തേക്കും ഡെലിവറി നടക്കും. അപ്പോൾ അത് നമ്മൾ കൂളായിട്ട് അങ്ങ് നേരിടണം. നമുക്ക് സഹിക്കാൻ പറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ എല്ലാം. അതിപ്പോൾ C-സെക്ഷൻ ആയാലും നോർമൽ ആയാലും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയേ ഉള്ളൂ. അത് ഒരുപാട് പേടിക്കുകയൊന്നും വേണ്ട. C-സെക്ഷൻ ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനസ്തേഷ്യ, പിന്നെ എനിക്ക് ഏറ്റവും പേടി, ഇപ്പൊ ഞാൻ ഇതിലൂടെ കടന്നു വന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, അനസ്തേഷ്യ ഒരുപാട് പേർക്ക് ഇങ്ങനെ കുനിച്ചു നിർത്തിയൊക്കെ അനസ്തേഷ്യ തരും. ആദ്യത്തെ കുത്തി തന്നെ സ്പൈൻ കിട്ടത്തില്ല, ഒരുപാട് തവണ കുത്തേണ്ടി വരും എന്നൊക്കെ. പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ കുനിച്ചു നിർത്തി അങ്ങനെയൊന്നും അല്ലായിരുന്നു. നോർമലി ഡെലിവറി ഇപ്പം C-സെക്ഷൻ ആയതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയിട്ട് ആ ബെഡിൽ കിടത്തിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്യാൻ പറയും ഡോക്ടർ. അനസ്തേഷ്യ തന്നു. ഏകദേശം ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ ഡോക്ടർ ബേബിയെ കാണിച്ചു. ബേബി ബോയ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ടായ സന്തോഷം, നമുക്ക് ലോകം കീഴടക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ആ ഒരു സന്തോഷം ഭയങ്കര ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കും. നമ്മൾ നമ്മൾ ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ടാണ് ബേബി ഉണ്ടായത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വന്ന് ഭവിക്കുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് ഒരു റിസൾട്ടിലേക്ക് എത്തത്തുള്ളൂ. എന്തെങ്കിലും അവിടെ ഒരു മുടക്ക് വരുമ്പോഴത്തേക്കും അത് പാതി വഴി വെച്ച് മുടങ്ങിപ്പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യും. എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹവും സാഹചര്യങ്ങളും നമുക്ക് ബേബി വരാനുള്ള ആ ഒരു സമയവും എല്ലാം ആവുമ്പോഴേ ബേബി കറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തത്തുള്ളൂ. അത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ആ ഒരു സമയം ആവുമ്പോഴത്തേക്കും അത് വന്നു ചേരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബേബിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടിരിക്കണം, എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. പ്രതീക്ഷ കൈവിടരുത്. ഇപ്പോൾ എനിക്കിത് കിട്ടത്തില്ല അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെ പ്രതീക്ഷ കൈവിടരുത്. ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ ഡെലിവറി സ്റ്റോറി വളരെ സ്മൂത്ത് ആയിട്ട് പോയ ഡെലിവറി ആയിരുന്നു. നമ്മൾ C-സെക്ഷന്റെ ഡേറ്റ് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി, തലേ ദിവസം അഡ്മിറ്റ് ആയി. പിന്നെ അഡ്മിഷൻ എടുത്തു, ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്തു. ബാക്കി കാര്യങ്ങൾ ബേബിയുടെ ഹാർട്ട് ബീറ്റ് നോക്കുകയും പിന്നെ നമ്മുടെ ബ്ലീഡിങ് ടൈം നോക്കും, BP അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ പിറ്റേ ദിവസമാണ് ഡെലിവറി.
അപ്പോൾ രാവിലെ തന്നെ സിസ്റ്റർമാര് വന്ന് നമ്മുടെ കയ്യിൽ കാനുലയൊക്കെ ഇട്ട് അപ്പോഴും BP ഒക്കെ ചെക്ക് ചെയ്ത്, അപ്പോൾ ഫുഡ് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് എന്തെങ്കിലും കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളായി. ഡ്രസ്സ് വന്നു, അതുപോലെ ക്യാപ്പ് എല്ലാം ഇട്ട് സെറ്റായി. വീൽ ചെയർ വന്നു, വീൽ ചെയറിൽ ലേബർ റൂമിലേക്ക് പോവാണ്. അപ്പൊ ലേബർ റൂമിൽ പോയി കുറച്ച് സമയം കിടന്നപ്പോഴത്തേക്കും പിന്നെ പ്രൊസീജിയർ അവർ നമുക്ക് ട്യൂബ് ഇടും, അതായത് യൂറിൻ പോകാനുള്ള ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്റെ അനസ്തേഷ്യ ഡോക്ടർ വന്നു. അനസ്തേഷ്യ ഡോക്ടർ പരിചയപ്പെട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നെ ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോയി. പിന്നെ ഡോക്ടർ വന്ന് അനസ്തേഷ്യ തന്നു. ഒറ്റ ഇഞ്ചക്ഷനിൽ തന്നെ എനിക്ക് സ്പൈൻ കിട്ടി. അപ്പൊ തന്നെ മരവിച്ച് തുടങ്ങി. പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബേബി വെളിയിൽ വന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും പെട്ടെന്ന് കഴിഞ്ഞ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു എൻ്റെ സി സെക്ഷൻ. അത് കഴിഞ്ഞിട്ട് ബേബിയെ ഡോക്ടർ കാണിച്ചു. ബേബി ബോയ് ആണെന്ന് പറഞ്ഞു. ബേബിയെ കിസ് ചെയ്തു. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഈ പിന്നെ സ്റ്റിച്ച് ഇടലാണല്ലോ, 7 ലെയേഴ്സ് ആണ് കട്ട് ചെയ്യുന്നത്. ആ സ്റ്റിച്ച് ഇടലാണ്. അതൊന്നും നമ്മൾ അറിയത്തില്ല. അവിടെ അവരെന്തോ ചെയ്യുന്നു, എല്ലാം മരവിച്ചിരിക്കുവാണല്ലോ. എല്ലാം കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡെലിവറി വാർഡുണ്ട്, അവിടേക്ക് കൊണ്ടുപോയി. പിന്നെ എല്ലാവരും വന്ന് എന്നെ കണ്ടു. ഹസ്ബൻഡ് വന്നു, അച്ഛൻ വന്നു, അമ്മ വന്നു, എല്ലാവരും വന്ന് കണ്ടു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പോയി. പിന്നെ ഒരു ദിവസം നമ്മളവിടെ കിടത്തിയേക്കും. പോസ്റ്റ് ഡെലിവറി വാർഡിൽ നമ്മളെ കിടത്തിയേക്കും. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ബേബിയെ കൊണ്ടുവന്നു, ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. ബേബിയെ ആദ്യമേ നമ്മളെ കാണിച്ചതിന് ശേഷം ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ കുറച്ചു നേരം NICU വെച്ചേക്കും. ഒരു വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്തേക്ക് ബേബിയെ കൊണ്ടുവന്നു. ബേബിയുടെ കണ്ടീഷൻ എല്ലാം നോക്കി, വേറെ കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ NICയിലോട്ട് കൊണ്ടുവേണ്ടി വന്നില്ല. എൻ്റെ അടുത്ത് തന്നെയായിരുന്നു. പിന്നെ റെഗുലർ ആയിട്ട് ഫീഡ് ചെയ്യായിരുന്നു. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാനും ബേബിയും രണ്ടുപേരും കൂടെ റൂമിലേക്ക് ഷിഫ്റ്റ് ആയി. പിന്നെ ഒരു 5 ദിവസം സി സെക്ഷൻ ആയതുകൊണ്ട് ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കേണ്ടി വന്നു. ഡെലിവറി ഉൾപ്പെടെയുള്ള ഒരു 5 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ ബേബിയുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഷുഗറും കാര്യങ്ങളും അതൊക്കെ എല്ലാം നോർമലായിരുന്നു. ഹെൽത്തി ആയിട്ട് ഉള്ളൊരു മോനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവം സഹായിച്ച് എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോയി. പിന്നെ ഈ പ്രഗ്നൻസി ഈ ത്രൂ ഔട്ട് ഈ ഒരു 9 മാസം, ഈ 9 മാസവും വളരെ നല്ല രീതിയിലാണ് പോയത്. ഈ 9 മാസത്തെ ജേർണിക്ക് ശേഷം നല്ലൊരു കുഞ്ഞുവാവ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു. പിന്നെ മാറിയില്ലേ ലൈഫ്. അവന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ അവന്റെ രീതിക്ക് അനുസരിച്ചാണ് നമ്മുടെ രീതികളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇനി തൊട്ട് നമ്മുടെ വ്ളോഗിഫിക്കേഷൻ ചാനലിൽ നമ്മുടെ ബേബിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണിയിൽ കുറേ കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എപ്പോഴും നമുക്ക് നമ്മുടെ പ്രഗ്നൻസി ജേർണിയിൽ ഒരുപാട് സംശയങ്ങളാണ്. എന്ത് ഫുഡ് കഴിക്കണം, അത് ചെയ്യാമോ, ഇത് ചെയ്യാമോ, ഓരോ സ്കാൻ കഴിയുമ്പോഴത്തേക്കും അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. സ്കാനിൽ എന്തെങ്കിലും ഒരു ബോൾഡായിട്ട് എഴുതുമ്പോൾ എന്തെങ്കിലും ഇംപ്രഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്യും, അതിങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ. അപ്പോൾ ഉടനെ വന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്യും, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അങ്ങനത്തെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ പ്രഗ്നൻസി ജേർണിയിൽ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞാൻ അടുത്തടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻ്റായിട്ട് ചോദിക്കാം. എൻ്റെ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ അതിന് റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജേർണി. അപ്പോൾ വ്ളോഗിഫിക്കേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.